ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു വീഡിയോയും കൂടി നമുക്ക് ഇതിലൂടെ കാണാം. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ അഡ്മിഷൻ സംബന്ധമായ എല്ലാ അപ്ഡേറ്റ്സിനായിട്ടും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിച്ചു നോക്കുക. കാരണം അതിൽ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു സംശയവും കൂടാതെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിലവിൽ ജൂൺ 7-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം തന്നിരിക്കുന്നത്. ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ആണ്. മീൻസ് നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് കുറേ സ്റ്റെപ്സ് വരുന്നുണ്ട്. നമുക്കത് നോക്കാം എന്തൊക്കെയാണെന്ന്. അതിനുശേഷം പല കുട്ടികളും ചോദിക്കുന്നുണ്ട് ഓപ്ഷൻസ് കൊടുക്കാനുള്ള ആ ഒരു പേജ് കാണുന്നില്ല എന്നുള്ളത്. അത് ഇപ്പോഴല്ല നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഈ ഒരു ഫൈനൽ സബ്മിഷൻ എല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ സ്റ്റാറ്റസ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നാണ് അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ LBS മാനുവലായിട്ടാണ് വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വെരിഫൈ ചെയ്തവരുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പം ചിലരുടെ മീൻസ് LBS വെരിഫൈ ചെയ്ത് കഴിഞ്ഞവരുടെ ആണെങ്കിൽ ചിലപ്പോൾ ഫൈനൽ കൺഫർമേഷൻ ഡൺ എന്ന് പറഞ്ഞും, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചിലപ്പോൾ പ്രൊഫഷണലി അക്സെപ്റ്റഡ് എന്നായിരിക്കും കാണിക്കുന്നത്. മറ്റു ചിലരുടെ നിങ്ങളുടെ ഇപ്പോഴും ആ ഒരു ആപ്ലിക്കേഷൻ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായിരിക്കും, പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയുള്ളതെന്നായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പ്രൊഫഷണലി അക്സെപ്റ്റഡ് എന്ന് കാണിച്ച് എന്തെങ്കിലും റിമാർക്സ് ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ റിമാർക്സ് എന്ന് പറഞ്ഞിട്ട് എന്താണ് നിങ്ങളുടെ റിമാർക്സ് എന്നുള്ളത് കാണിക്കും. മീൻസ് ഇപ്പം നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ആണെങ്കിൽ അതവിടെ കാണിക്കും. അതല്ല നിങ്ങളുടെ ഫോട്ടോയോ സിഗ്നേച്ചറോ അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ആണെങ്കിൽ അതവിടെ കാണിക്കും. അങ്ങനെ എന്താണോ നിങ്ങളുടെ റിമാർക്സ് എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രൊഫഷണലി അക്സെപ്റ്റഡ് കഴിഞ്ഞ് റിമാർക്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ LBS അക്സെപ്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. ഇനി ഈ ഒരു റിമാർക്സ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് LBS നൽകും. അതായത് ഡേറ്റ കറക്ഷനായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം നൽകും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു റിമാർക്സ് നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് LBS പബ്ലിഷ് ചെയ്യുന്നത്. രണ്ട് രീതിയിലാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരും, അതിനുശേഷം ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ്, അങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കോളേജ് കോഴ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു പേജ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ ഒരു ടൈമിൽ നിങ്ങൾ കോളേജ് കോഴ്സ് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും ആ ഒരു ടൈമിൽ കൊടുക്കാം. അതുപോലെ BSc നഴ്സിംഗും അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അതായത് BSc നഴ്സിംഗ് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള കോളേജുകൾ നിങ്ങൾക്ക് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെ ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ഒരുമിച്ച് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അതിനുശേഷം നിങ്ങൾ ഓപ്ഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം പിന്നീടാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. നിങ്ങൾക്ക് പ്രധാനമായും 3 അലോട്ട്മെൻറ്റ്സ് ആണുള്ളത്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അതിനുശേഷം ഒരുപാട് അലോട്ട്മെൻറ്റ്സ്, മീൻസ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ്, സ്പോട്ട് അലോട്ട്മെൻറ്റ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് അലോട്ട്മെൻറ്റ്സ് വരും. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഗവൺമെൻറ് കോളേജസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ 1000 രൂപയാണ് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. അതേസമയം സെൽഫ് ഫിനാൻസ് കോളേജുകളാണെങ്കിൽ 25,000 ആയിരിക്കും ടോക്കൺ ഫീ പേയ്മെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പം പ്രധാനമായും ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്നുള്ള ആ ഒരു കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ന്യൂ രജിസ്ട്രേഷൻ. അപ്പം നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം അടുത്ത പേജിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കണം. ആദ്യം തന്നെ SSLC സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ID, ഈ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് വേണം കൊടുക്കാൻ. ഫോൺ നമ്പരും ഇമെയിൽ IDയും കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് കൊടുക്കുക. കാരണം അതിലേക്കായിരിക്കും നിങ്ങളുടെ SMS കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് കൊടുക്കുക. ശേഷം ലാസ്റ്റ് ഒരു വെരിഫിക്കേഷൻ കോഡ് കാണിക്കുന്നുണ്ട്. ആ ഒരു വെരിഫിക്കേഷൻ കോഡ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു കോഡ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
ശേഷം നെക്സ്റ്റ് പേജിൽ നമ്മൾ കൊടുത്ത ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കുക. അതെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൺഫേം കൊടുക്കുക. അതല്ല നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ചേഞ്ചസ് റിക്വയർഡ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്താണോ ചേഞ്ചസ് വരുത്തേണ്ടത് അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇവിടെ കൺഫേം ആണെങ്കിൽ കൺഫേം കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജിൽ വരുന്നത് ഫീ പേയ്മെൻ്റ് ആണ്. ഫീ പേയ്മെൻറ്റ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഫെഡറൽ ബാങ്ക് ചെലാൻ വഴി ചെയ്യാം, അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഫെഡറൽ ബാങ്ക് ത്രൂ ആണ്, മീൻസ് ചെലാൻ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രിൻറ്റ് ചെലാൻ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫയൽ അവിടെ ഡൗൺലോഡ് ആകും. ശേഷം നിങ്ങൾ അതിൻ്റെ കോപ്പി മീൻസ് അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നിങ്ങൾക്ക് പോയിട്ട് ഈ ഒരു ചെലാൻ ഫോം കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സ്റ്റെപ്പ് 3യിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ചെലാൻ ത്രൂ ചെയ്യുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും, ചിലപ്പോൾ ഒരു ദിവസം എടുത്തേക്കാം അതൊന്ന് പ്രോസസ്സായി വരാനായിട്ട്, ആ ഒരു ഫീ പേയ്മെൻറ്റ് അത് പ്രോസസ്സായി വരാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ചിലപ്പോൾ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. അതിനായിട്ട് നെക്സ്റ്റ് ആ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ശേഷം മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാം. കാർഡ്സ് ഉപയോഗിച്ച് മീൻസ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ UPI, ഗൂഗിൾ പേ, എന്താണ് ഫോൺ പേ, പേടിഎം ഇങ്ങനെയുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ചെയ്യാം. പിന്നെ നെറ്റ് ബാങ്കിങ് ആണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 രീതിയിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു രീതി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ UPI മീൻസ് ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ UPI ID കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. കാർഡാണെങ്കിൽ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്ത് ആ ഒരു രീതിയിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ല നെറ്റ് സ്പീഡ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ പേയ്മെൻറ്റ് കൃത്യമായിട്ട് അത് പ്രോസസ്സായെന്ന് വരില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഇൻ്റർനെറ്റ് സ്പീഡുള്ള ടൈമിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയെങ്കിൽ അത് ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ID, ആപ്ലിക്കേഷൻ നമ്പർ, ചെലാൻ നമ്പർ, ഡേറ്റ്, എമൗണ്ട് ഇത്രയും കാര്യങ്ങൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷൻ നമ്പരും ചെലാൻ IDയും അതുപോലെ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ഡേറ്റ് ഇത് മൂന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം നമുക്ക് വീണ്ടും അത് ലോഗിൻ ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്. മീൻസ് പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പാസ്വേഡ് ക്രിയേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീ റെസിപ്റ്റ് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ലോഗിൻ പേജിലേക്ക് വരണം. അവിടെ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സൈൻ ഇൻ കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, ചെലാൻ നമ്പർ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിൽ നമ്മുടെ പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, പിന്നെ ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, സ്പെഷ്യൽ സിമ്പിൾസ് ഇത്രയും കാര്യങ്ങൾ വേണം പാസ്വേഡിനകത്ത്. അപ്പോൾ അത് നമ്മൾ ഒരു പാസ്വേഡ് നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. ശേഷം അത് വീണ്ടും കൺഫേം ചെയ്യുക പാസ്വേഡ്. അതിനുശേഷം സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് കൊടുക്കുക, അതിനുള്ള ആൻസർ കൊടുക്കുക. നമ്മൾ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുക്കുന്നത് നാളെ നമ്മൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായും അത് കൊടുക്കുക. അതിനുശേഷം കൺഫേം കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് വരുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു പേജാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള കുറേ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉള്ളത് ഡീഫോൾട്ടായിട്ട് വരും. അതിനുശേഷം താഴോട്ട് നമ്മൾ കൊടുക്കാത്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതിനകത്ത് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ നേറ്റിവിറ്റി ഇത് രണ്ടും പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതിന് രണ്ടിനും SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി. മീൻസ് നേറ്റിവിറ്റി കാലിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതിനായിട്ട് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം PDF ഫോർമാറ്റിലാണ്. 200 KB കൂടാൻ പാടില്ല. നിങ്ങൾ ഏത് ഫയലിലാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ഫയലിൽ നിന്ന് അത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് അതുപോലെ റിലീജിയൻ, കമ്മ്യൂണിറ്റി ഇതെല്ലാം നിങ്ങൾ കൊടുക്കുക. ശേഷം ഇപ്പോൾ റിസർവേഷൻ ഉള്ള മീൻസ് കാസ്റ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ NCL ഇങ്ങനെയുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടവരാണെങ്കിൽ അതിനുള്ള ആ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ റിസർവേഷൻ്റെ കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം സേവ് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പേജിൽ പേഴ്സണൽ ഡേറ്റ കൺഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പം അത് നിങ്ങൾ കൺഫേം ആണെങ്കിൽ കൺഫേം കൊടുക്കുക. ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് മാർക്ക് ഡീറ്റെയിൽസ് ആണ്.
നിങ്ങൾ +2 രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാർക്സ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകും. ഇനിയും അടുത്ത നിങ്ങളുടെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനാണ്. നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം, റീസെൻ്റ് ആയിരിക്കണം, 6 മാസത്തിനുള്ളിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 200-150 പിക്സൽ ആയിരിക്കണം. 15 and 30 KB ഉള്ളിലായിരിക്കണം ഫയൽ സൈസ് വരേണ്ടത്. സിഗ്നേച്ചർ അതുപോലെ തന്നെ നിങ്ങൾ നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു പേപ്പറിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. ശേഷം അതിൻ്റെ സൈസും എന്താണ് 100 പിക്സൽ ആൻഡ് 150 പിക്സൽ ആയിരിക്കണം ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഫയൽ സൈസ് എന്ന് പറയുന്നത് 10 and 30 KBക്ക് ഇടയിലായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമേജ് ഫയൽ JPEG ഫോർമാറ്റിലായിരിക്കണം. ശേഷം ഇത് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ആ ഫയലിൽ നിങ്ങളത് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ഫൈനൽ കൺഫർമേഷൻ പേജ് ആണ്. ഫൈനൽ കൺഫർമേഷൻ പേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ഒറ്റ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓരോ ഡീറ്റെയിൽസും കൃത്യമാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. കൃത്യമാണെങ്കിൽ അവിടെ ഒരു ഡിക്ലറേഷൻ ഉണ്ടാകും. ആ ഒരു ഡിക്ലറേഷൻ ബോക്സ് നിങ്ങൾ ടിക്ക് കൊടുക്കുക. ശേഷം ഫൈനൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതല്ല എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ അത് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. എന്നിട്ട് ആ ഒരു കാര്യങ്ങൾ എന്താണ് മിസ്റ്റേക്സ് വന്നാൽ അത് കൃത്യമായിട്ട് കൊടുക്കുക. ശേഷം ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് കിട്ടും. നിങ്ങളത് പ്രിൻ്റ് എടുത്ത് വെക്കണം. ഓക്കെ, ഫ്യൂച്ചർ യൂസിന് നിങ്ങൾക്ക് അത് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് നിങ്ങളത് പ്രിൻ്റ് എടുത്ത് വെക്കുക. അതുപോലെ ആപ്ലിക്കേഷൻ്റെയും കൂടെ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കുക. കാരണം നമ്മൾ കോളേജിലൊക്കെ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് ആപ്ലിക്കേഷൻ്റെയും കൂടെ പ്രിൻ്റ് എടുത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫൈനൽ കൺഫർമേഷനോടെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഈ രീതിയിൽ കംപ്ലീറ്റ് ആയവരുടെ ആപ്ലിക്കേഷൻ LBS വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇടുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാനായിട്ട് സാധിക്കുന്നത്. അത് അവർ വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും, കുറച്ച് സമയം എടുക്കും. കാരണം LBS നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യണം. നിങ്ങൾ കൊടുത്ത ഓരോ ഡീറ്റെയിൽസും അവർ വെരിഫൈ ചെയ്ത് നോക്കും. അതിനുശേഷമായിരിക്കും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇടുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ തുടർന്നുള്ള ഓരോ വീഡിയോസും അതാത് ടൈമിൽ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്